വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒരു മോഡൽ പേപ്പറാണ്. മൻസൂർ അലി സാർ തയ്യാറാക്കിയിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേർത്തത്? ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് 1934. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചതെന്നാണ് 1934. നെക്സ്റ്റ് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കും നോക്കാം. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് എന്നാണ്? 1939. 1939 ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത്. നെക്സ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് എന്നാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. 1925. നെക്സ്റ്റ്, അഖിലേന്ത്യാ കിസാൻ സഭയുടെ രൂപീകരണം. അഖിലേന്ത്യാ കിസാൻ സഭയുടെ രൂപീകരണം 1936. 1936 അഖിലേന്ത്യാ കിസാൻ സഭ സ്ഥാപിച്ചത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് 1939 ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് 1925. അഖിലേന്ത്യാ കിസാൻ സഭയുടെ രൂപീകരണം എന്നാണ്? 1936 അഖിലേന്ത്യാ കിസാൻ സഭ സ്ഥാപിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് 1934. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപത്തിൽ താഴെ പറയുന്ന വിഭാഗങ്ങളിൽ ഏതൊക്കെയാണ് പങ്കെടുക്കാത്തത്? 1857 കലാപത്തിൽ ഏതൊക്കെ വിഭാഗമാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പണമിടപാടുകാർ ഉണ്ടായിരുന്നോ? ഇല്ല. ആധുനിക ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നോ? ഇല്ല. പഴയ ജമീന്ദാർമാർ ഉണ്ടായിരുന്നു അല്ലേ? പഴയ ജമീന്ദാർമാർ ഉണ്ടായിരുന്നു. നഗരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭൂവുടമകളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്? 1, 2, 4 വരുന്നത്. പണമിടപാടുകാർ, ആധുനിക ബുദ്ധിജീവികൾ, അതുപോലെ നഗരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭൂവുടമകൾ 1857 കലാപത്തിൽ പങ്കെടുത്തിട്ടില്ല. പഴയ ജമീന്ദാർമാർ മാത്രമാണ് പങ്കെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാവോ സേ തുങ്ങും അനുയായികളും കിഴക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഷെൻസി വരെ ലോങ് മാർച്ച് നടത്തിയ വർഷം ഏതാണ്? ലോങ് മാർച്ച് നടത്തിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് മാവോ സേ തുങ്ങും അനുയായികളും കിഴക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഷെൻസി വരെ ലോങ് മാർച്ച് നടത്തിയ വർഷം ഏതാണ്? 1934 ലോങ് മാർച്ച് നടത്തിയത്. 1934. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. ശരിയാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. ശരിയാണല്ലേ? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കലാപത്തിന്റെ മുദ്രാവാക്യം. ശരിയാണ്. പ്ലാക്ക ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി എന്നിവർ കലാപത്തിൽ വധിക്കപ്പെട്ടു. ആരൊക്കെയാണ് വധിക്കപ്പെട്ടത്? പ്ലാക്ക ചന്തു, 1000 വീട്ടിൽ കാന്തപ്പൻ, രാമനമ്പി എന്നിവർ കലാപത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. ശരിയാണല്ലോ. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. ശരിയാണ്. പിടിയരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് ചാവറ കുര്യാക്കോസ്. പിടിയരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകനാരാണ്? ചാവറ കുര്യാക്കോസ് ആണ്. KP കറുപ്പൻ തൈക്കാട് അയ്യയുടെ അനുസ്മരണാർത്ഥം എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം. അല്ലാലെ? തെറ്റാണ്. മനസ്സാണോ ദൈവം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് തെറ്റായത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ?
ആരാണ് എഴുതിയത്? സമാധി സപ്താഹം എഴുതിയത് ആരാണ്? KP കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് സമാധി സപ്താഹം എഴുതിയത്. പക്ഷെ തൈക്കാട് അയ്യരുടെ അനുസ്മരണാർത്ഥമല്ല. ആരുടെ അനുസ്മരണാർത്ഥമാണ്? ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് എഴുതിയതാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, അപ്പോൾ തെക്കേനില ആദ്യത്തെ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികളാണ്. പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് ചവറ കുര്യക്കോസ്. KP കറുപ്പൻ ചട്ടമ്പി സ്വാമിയുടെ അനുസ്മരണാർത്ഥം എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം. മനസ്സാണു ദൈവം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവ പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലാകുന്ന ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. തെറ്റാണ്. ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് വസന്തകാലം. ശരിയാണ്. മാവ് പൂക്കുന്നു, പ്ലാവുകളിൽ ചക്കയുണ്ടാകുന്നു എന്നിവ വസന്തകാലത്തിൻ്റെ സവിശേഷതകളാണ്. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? ബി ആണ് അല്ലേ? 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശിലകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത്, ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയും നെയ്സ് ഒരു കായാന്തരിത ശിലയുമാണെന്നാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ശരിയായത് മാത്രം പഠിച്ചു വയ്ക്കുക. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയാണ്, നെയ്സ് ഒരു കായാന്തരിത ശിലയാണ്. ഗ്രാനൈറ്റ് ആഗ്നേയശിലയും നെയ്സ് ഒരു കായാന്തരിത ശിലയുമാണ്. നെക്സ്റ്റ്, ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്നും രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പു തടാകങ്ങൾ കണ്ടെത്തുക. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പു തടാകങ്ങൾ ഏതൊക്കെയാണ്? സാംബർ, ദിദ്വാന, സർഗോൾ എന്നിവയെല്ലാം എന്താണ്? രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പു തടാകങ്ങളാണ്. സാംബർ, ദിദ്വാന, സർഗോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വടക്കു കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? വടക്കു കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? തുലാവർഷം എന്നാണ്. അല്ലെങ്കിൽ തുലാവർഷം അറിയപ്പെടുന്ന ഏത് മൺസൂണാണെന്ന് ചോദിക്കാറുണ്ട്. വടക്കു കിഴക്കൻ മൺസൂണാണ്. നെക്സ്റ്റ്, താഴെ തന്നിട്ടുള്ളവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് നന്ദാദേവി. ആരവല്ലി പർവ്വതനിര, മാൾവ പീഠഭൂമി, കത്തിയവാർ ഒക്കെ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലുള്ളതാണ് അല്ലേ? ആരവല്ലി പർവ്വതനിര, മാൾവ പീഠഭൂമി, കത്തിയവാർ. നെക്സ്റ്റ്, തെറ്റായ ജോഡികൾ തിരഞ്ഞെടുക്കുക. പഞ്ചവത്സര പദ്ധതിയും അതുപോലെ തന്നെ അതിൻ്റെ ഇയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1952 മുതൽ 57 വരെയാണ്. തെറ്റാണല്ലോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തെന്നാണ് 1951 മുതലാണ് അല്ലേ? 1951 മുതൽ 56 വരെയാണ്. നെക്സ്റ്റ്, മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ്. ശരിയാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് മുതൽ ഇന്ന് വരെയാണ്? 74, 1974 മുതൽ 79 വരെയാണ്. അതും ശരിയാണ്. എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെയാണ്. അതും ശരിയാണ് അല്ലേ? അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി ഇതാണ്. ഒന്നാമത്തെയാണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് നമുക്ക് തെറ്റായിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനിൽ 1 മാത്രമായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് ഒരു സമ്പദ് വ്യവസ്ഥ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERT പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. നെക്സ്റ്റ്, പുത്തൻ സാമ്പത്തിക നയങ്ങളിലെ ഘടനാപരമായ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? പുത്തൻ സാമ്പത്തിക നയങ്ങളിലെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ രാജ്യാന്തര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാര നയങ്ങളിൽ വരുന്നവ ഏതൊക്കെയാണ്? സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത
മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ രാജ്യാന്തര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? കോർപ്പറേറ്റ് ടാക്സ് ആണ്, പ്രത്യക്ഷ നികുതിയാണ് അല്ലേ. വിൽപ്പന നികുതി, GST, സേവന നികുതി എന്നിവ എന്താണ്? പരോക്ഷ നികുതികളാണ്. വിൽപ്പന നികുതി, GST, സേവന നികുതി എന്നിവയെല്ലാം എന്താണ്? പരോക്ഷ നികുതിയാണ്. നെക്സ്റ്റ്, പണപ്പെരുപ്പം നിയന്ത്രണത്തിനുള്ള ഉപാധിയായ കരുതൽ ധനാനുപാതവുമായി ബന്ധപ്പെട്ട CRRുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഒരു വാണിജ്യ ബാങ്ക് സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം കരുതൽ ധനമായി റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്ന തുകയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. അപ്പം അതാണ് ചോദിച്ചിരിക്കുന്നത്. കരുതൽ ധനാനുപാതം എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞത്? ഒരു വാണിജ്യ ബാങ്ക് സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? നിശ്ചിത ശതമാനം കരുതൽ ധനമായി റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്ന തുകയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്, ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ സംസാര സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവനയല്ലാത്തത്? ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസാര സ്വാതന്ത്ര്യവുമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. 19 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നതിൽ വരുന്നുണ്ട്. ഒരാളുടെ ചിന്തകൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുവാനുള്ള സമ്പൂർണ്ണ അവകാശമല്ല എന്നാണ് പറയുന്നത്. ഒരാളുടെ ചിന്തകൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുവാനുള്ള സമ്പൂർണ്ണ അവകാശമല്ല എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ള ആൻസറാണ്. നിയമനിർമ്മാണത്തിലൂടെ ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അടിയന്തരാവസ്ഥയിൽ ഇത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാം എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ സംസാര സ്വാതന്ത്ര്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ ചിന്തകൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനുള്ള സമ്പൂർണ്ണ അവകാശമില്ല. അടിയന്തരാവസ്ഥയിൽ ഇത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാം. നെക്സ്റ്റ്, പിന്നാക്ക വിഭാഗങ്ങളുടെ അവസ്ഥ പൊതുവായി അന്വേഷിക്കുന്നതിനും പുരോഗമനപരമായ നടപടികൾ നിർദ്ദേശിക്കുന്നതിനും ഒരു കമ്മീഷനെ നിയമിക്കാൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത്? പിന്നാക്ക വിഭാഗങ്ങളുടെ അവസ്ഥ പൊതുവായി അന്വേഷിക്കുന്നതിനും പുരോഗമനപരമായ നടപടികൾ നിർദ്ദേശിക്കുന്നതിനും ഒരു കമ്മീഷനെ നിയമിക്കാൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത്? ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 340. താഴെ നൽകിയിരിക്കുന്നവയിൽ പാർലമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതൊക്കെയാണ് ചുമതലകൾ? കാര്യനിർവഹണ വിഭാഗത്തിന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ. ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. കാലാനുസൃതമായ മാറ്റം വരുത്തൽ വരുന്നില്ല. അതാണ് നമുക്ക് തെറ്റായിട്ടുള്ളത്, ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. ശരിയാണ്. ചോദ്യങ്ങൾ ഉന്നയിക്കൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താഴെ പറയുന്ന ആരുടെ തെരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരുടെ തെരഞ്ഞെടുപ്പുകളൊക്കെയാണ് നടത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി സ്ഥാനങ്ങൾ. പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി സ്ഥാനങ്ങൾ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ പൗരന്റെ മൗലിക കടമ അല്ലാത്തത്? മൗലിക കടമകൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് മൗലിക കടമ അല്ലാത്തതാണ്. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണാത്മകത, പരിഷ്കരണ മനോഭാവം എന്നിവ വളർത്തുക നമ്മൾ പറഞ്ഞു മൗലിക കടമയിൽ വരുന്നുണ്ട് അല്ലേ. പൊതുമുതൽ സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ശരിയാണല്ലോ, മൗലിക കടമയിൽ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സുകൾ പോയി കാണാം കേട്ടോ. അത് ഉപകാരപ്രദമായിരിക്കും എന്തായാലും. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ ഉദാത്തമായ ആശയങ്ങളെ വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അതും ശരിയാണ്. 5 വർഷത്തെ നിർബന്ധിത ദേശീയ സേവനം വരുന്നുണ്ടോ? മൗലിക കടമയിലില്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, തെറ്റ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ലാൻഡ് ബോർഡുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക.
ലാൻഡ് ബോർഡിൽ ഒരംഗമോ 3 അംഗമോ ആകാവുന്നതാണ്. ശരിയാണ്. ലാൻഡ് ബോർഡിന് ഒരു സിവിൽ കോടതിക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമാണ്. ശരിയാണ്. എല്ലാ ലാൻഡ് ട്രൈബ്യൂണലുകളുടെയും അപ്പീൽ അധികാര സ്ഥാനങ്ങളുടെയും താലൂക്ക് ലാൻഡ് ബോർഡുകളുടെയും മേലധികാരം ഉണ്ടായിരിക്കും. ശരിയാണ്. അപ്പം എല്ലാം ശരിയാണ് വരുന്നത്. ലാൻഡ് ബോർഡിൽ ഒരു അംഗമോ 3 അംഗമോ ആകാം. ലാൻഡ് ബോർഡിന് ഒരു സിവിൽ കോടതിക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാ അധികാരങ്ങളുണ്ട്. എല്ലാ ലാൻഡ് ട്രൈബ്യൂണലുകളുടെയും അപ്പീൽ അധികാര സ്ഥാനങ്ങളുടെയും താലൂക്ക് ലാൻഡ് ബോർഡുകളുടെയും മേലധികാരം ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക. സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയം ഭരണാധികാരം ഇല്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശരിയാണ്. രൂപീകൃതമായത് 2007 മെയ് 4-നാണ്. വൈസ് ചെയർമാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആണോ? അല്ലാല്ലേ. ആരാണ് വൈസ് ചെയർമാൻ? റവന്യൂ മന്ത്രിയാണ് അല്ലേ. റവന്യൂ മന്ത്രി നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് ശരിയല്ലാത്ത ഓപ്ഷൻ സി ആണ്. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. നെക്സ്റ്റ്, സംസ്ഥാനങ്ങളിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ ആരാണ്? സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തലവൻ ഓപ്ഷൻ ബി ചീഫ് സെക്രട്ടറി. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ തെറ്റായത് കണ്ടെത്തുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ശരിയാണ്. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. തെറ്റാണ്. നെക്സ്റ്റ്, 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് സംയുക്തമായും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിക്കാൻ കഴിയും. ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനാണ് രജിസ്ട്രാർ. അതും ശരിയാണ്. നെക്സ്റ്റ്, കുട്ടികളുടെ പഠനശേഷി മികവുറ്റതാക്കാൻ വേണ്ടി അംഗനവാടികളിൽ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കുട്ടികളുടെ പഠനശേഷി മികവുറ്റതാക്കാൻ വേണ്ടി അംഗനവാടികളിൽ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ചായം. താഴെ പറയുന്നവയിൽ ഏതാണ് സാധാരണയായി മനുഷ്യരിൽ ശ്വസനത്തെ നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് അളവുകളും pH സെൻസറുകളുമാണ് മനുഷ്യരിൽ ശ്വസനത്തെ നിയന്ത്രിക്കുന്നത്. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ പരിശോധിക്കാനുള്ള സമഗ്രമായ സ്ക്രീനിംഗ് ടെസ്റ്റ് ഏതാണ്? നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ പരിശോധിക്കാനുള്ള സമഗ്രമായ സ്ക്രീനിംഗ് ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ സി ശലഭം. ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവുകളുടെ പങ്ക് എന്താണ്? ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവുകളുടെ പങ്ക് എന്താണ്? ഓപ്ഷൻ സി രക്തം ആർട്ടറിയിലേക്കും തിരികെ ഒഴുകുന്നത് തടയുന്നു. രക്തം ആർട്ടറിയിലേക്ക് തിരികെ ഒഴുകുന്നത് തടയുന്നതാണ് ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവുകളുടെ പങ്ക്. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവന ഏതാണ്? ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ടുള്ള പ്രമേഹം ഏതാണ്? ടൈപ്പ് 2 പ്രമേഹമാണ്. ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ടുള്ള പ്രമേഹം ടൈപ്പ് 2 പ്രമേഹം. ഓപ്ഷൻ സി. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യരിൽ ബാക്ടീരിയ രോഗങ്ങൾ? ശ്വാസകോശക്ഷയം, കോളറ, കുഷ്ഠരോഗം എന്നിവയെല്ലാം എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണ്? ഓപ്ഷൻ ബി കാൽസിഫെറോൾ, കരോട്ടിൻ, ടോക്കോഫെറോൾ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. നിഴലുകളുടെ ചുറ്റുമുള്ള വലയത്തിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ ഡി വിഭങ്കനം. ഏത് സാഹചര്യത്തിലാണ് ഹൈഡ്രജൻ പോലുള്ള വാതകം നിറച്ച ബലൂൺ മുകളിലേക്ക് ഉയരുന്നത്? ഒരു ബലൂണിൽ വായു ചെലുത്തുന്ന പ്ലവക ബലം ബലൂണിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലാണെങ്കിൽ. നെക്സ്റ്റ്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം ഏതാണ്? റോക്കറ്റ് വിക്ഷേപണം, തോണി തുഴയുന്നത്, തോക്കിൻ്റെ റീകോയിൽ എന്നിവയെല്ലാം എന്താണ്? 3-ാം ചലനവുമായി ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഓക്സിജൻ തയ്യാറാക്കുന്നതിനുള്ള രീതി അല്ലാത്തത്?
ഓപ്ഷൻ ഡി മാംഗനീസ് ഡയോക്സൈഡിൻ്റെ വിഘടനം വരുന്നില്ല. ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം, ദ്രാവക വായുവിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വിഘടനം എന്നിവയെല്ലാം എന്താണ്? ഓക്സിജൻ തയ്യാറാക്കുന്ന രീതികളാണ്. നെക്സ്റ്റ്, ഇടത്തു നിന്ന് വലത്തോട്ട് ഒരു പീരിയഡിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വർദ്ധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നെഗറ്റിവിറ്റി വർദ്ധിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ വാലൻസ് ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണം വർദ്ധിക്കുന്നു. നെക്സ്റ്റ്, ആൽക്കലി ലോഹങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. എല്ലാ ആൽക്കലി ലോഹങ്ങളും വെള്ളി നിറമുള്ളവയാണ്. ശരിയാണ്. ഇവയ്ക്ക് ദ്രവണാങ്കവും തിളനിലയും കൂടുതലാണ്. തെറ്റാണ്. എല്ലാ ആൽക്കലി ലോഹങ്ങളും മൃദുവാണ്. പൊട്ടാസ്യത്തിന് സോഡിയത്തേക്കാളും സാന്ദ്രത കുറവാണ്. അതും ശരിയാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3, 4 ശരിയാണ്. കേരളീയ പേർഷ്യൻ വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ച ഓടത്തിൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി തലശ്ശേരി. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി മുണ്ടക്കയം ഗോപി. ചുവടെ തന്നിരിക്കുന്നവ ശരിയായി ചേരുംപടി ചേർക്കുക. മോഹിനിയാട്ടം വ്യവഹാരമാല. പടയണി ചൂട്ടുവയ്പ്. ചവിട്ടുനാടകം വീരകുമാരൻ ചരിതം. തെയ്യം തോറ്റം പാട്ടുകൾ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ്, ത്രിലോക സഞ്ചാരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ത്രിലോകസഞ്ചാരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ EV കൃഷ്ണപിള്ള. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏതിനത്തിലാണ് നിതീഷ് കുമാർ സ്വർണ്ണ മെഡൽ നേടിയത്? ഓപ്ഷൻ എ ബാഡ്മിൻ്റൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ് ഡിസ്കിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തനക്ഷമമായി വരുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ഹാർഡ് ഡിസ്കിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തനക്ഷമമായി വരുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ സി ബൂട്ടിംഗ്. താഴെ തന്നിരിക്കുന്നവയിൽ DHCP സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് DHCP എന്ന് പറയുന്നത്. ശരിയാണ്. ഓരോ കമ്പ്യൂട്ടറും പ്രവർത്തന സജ്ജമായി നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കുന്ന ക്രമത്തിലാണ് DHCP കമ്പ്യൂട്ടറുകൾക്ക് IP വിലാസം നൽകുന്നത്. ഓരോ കമ്പ്യൂട്ടറും പ്രവർത്തന സജ്ജമായി നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കുന്ന ക്രമത്തിലാണ് DHCP കമ്പ്യൂട്ടറുകൾക്ക് IP വിലാസം നൽകുന്നത്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ്, IT ആക്ട് 2000 സെക്ഷൻ 73 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 73 തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണത്തെക്കുറിച്ചാണ് സെക്ഷൻ 73 പറയുന്നത്. നെക്സ്റ്റ്, പോക്സോ നിയമം 2012 വകുപ്പ് 2022 പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? പോക്സോ നിയമം 2012 വകുപ്പ് 22 പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയാണ് വകുപ്പ് 22 പറയുന്നത്. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയവ ഏതെല്ലാമാണ്? കോടതി വിലക്കുള്ള വിവരങ്ങൾ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഒഴിവാക്കിയവയാണ്. സെക്ഷൻ 8 വിവരം വെളിപ്പെടുത്തൽ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. നിയമനിർമ്മാണ സഭകളുടെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങൾ. ശരിയാണ്. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ. ശരിയാണ്. മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാപനത്തിന് ഹാനികരമായേക്കാവുന്ന രഹസ്യങ്ങൾ. ഇവയെല്ലാം എന്താണ്? വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയവയാണ്. നെക്സ്റ്റ്, ഏതെങ്കിലും വ്യക്തി വധുവിൻ്റെയോ വരൻ്റെയോ മാതാപിതാക്കളിൽ നിന്നോ നേരിട്ടോ അല്ലാതെയോ സ്ത്രീധനം ആവശ്യപ്പെട്ടാലുള്ള ശിക്ഷ എന്താണ്?
ഏതെങ്കിലും വ്യക്തി വധുവിൻ്റെയോ വരൻ്റെയോ മാതാപിതാക്കളിൽ നിന്നോ നേരിട്ടോ അല്ലാതെയോ സ്ത്രീധനം ആവശ്യപ്പെട്ടാലുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ എ 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെ ആകാവുന്നതുമായ തടവും 10,000 രൂപ വരെ ആകാവുന്ന പിഴയും. നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2(5) പ്രകാരം ഒരു പരാതിക്കാരൻ എന്നാൽ എന്താണ് നോക്കാം. കൺസ്യൂമർ അസോസിയേഷൻ വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഏതെങ്കിലും ഉപഭോക്താവായിരിക്കാം, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരായിരിക്കാം. ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ ആയ വ്യക്തിയായിരിക്കാം. അപ്പോൾ പരാതിക്കാരെന്ന് വെച്ചാൽ ആരൊക്കെയാവാം? കൺസ്യൂമർ അസോസിയേഷൻ, ഏതെങ്കിലും ഉപഭോക്താവ്, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ. ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ ആയ വ്യക്തി. ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം പാസാക്കിയ വർഷമെന്നാണ്. ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1989. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരി ആരാണ്? 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരി ആരാണ്? ഓപ്ഷൻ സി, കാമ്യ കാർത്തികേയൻ. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ്സിൽ പ്രവേശനത്തിന് എത്ര വയസ്സ് പൂർത്തിയാക്കണമെന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്? 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ്സിൽ പ്രവേശനത്തിന് എത്ര വയസ്സ് പൂർത്തിയാക്കണമെന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ 6 വയസ്സ്. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് ഓപ്ഷൻ എ ന്യൂഡൽഹി. ഇന്ത്യയുടെ 52-ാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ബി BR ഗവായ്. റാണി ദുർഗാവതി കടുവാ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? റാണി ദുർഗാവതി കടുവാ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി മധ്യപ്രദേശ്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം. ഇസ്രോയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഇസ്രോയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ എ M മോഹൻ. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്ന പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ലക്ഷ്യ. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുന്നതാണ് ലക്ഷ്യ. നെക്സ്റ്റ്, 59ാമത് ജ്ഞാനപീഠം അവാർഡ് നേടിയ വിനോദ് കുമാർ ശുക്ലയുടെ സ്വദേശം ഏതാണ്? വിനോദ് കുമാർ ശുക്ലയുടെ സ്വദേശം 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയിട്ടുള്ളതാണ്. എവിടെയാണ് സ്വദേശം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ ബി ഛത്തീസ്ഗഡ്. 2025 ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് വേദി. 2025 ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് വേദി ഓപ്ഷൻ ഡി അമേരിക്ക. 2025 മാർച്ചിൽ കേരള നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബില്ല് പ്രകാരം സ്വകാര്യ സർവകലാശാലകളിൽ എത്ര ശതമാനം സീറ്റുകൾ കേരളീയർക്കായി സംവരണം ചെയ്യണം? ഓപ്ഷൻ സി 40%. 2025 മാർച്ചിൽ കേരള നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബില്ല് പ്രകാരം സ്വകാര്യ സർവകലാശാലകളിൽ എത്ര ശതമാനം സീറ്റുകൾ കേരളീയർക്കായി സംവരണം ചെയ്യണം? 40%. 2025 ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ ഏത് രാജ്യവുമായി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ബോങ്കോ സാഗർ? 2025 ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ ഏത് രാജ്യവുമായി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ബോങ്കോ സാഗർ? ഓപ്ഷൻ എ ബംഗ്ലാദേശ്. 2025 പത്മഭൂഷൺ ബഹുമതി നേടിയ ജതിൻ ഗോസ്വാമി ഏത് നൃത്തകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2025 പത്മഭൂഷൺ ബഹുമതി നേടിയ ജതിൻ ഗോസ്വാമി ഏത് നൃത്തകലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി സാത്രിയ.
2024 ICC പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? 2024 ICC പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ സി ജസ്പ്രീത് ബുംറ. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിച്ചതെന്നാണ്? പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിച്ചതെന്നാണ്? ഓപ്ഷൻ ഡി 2025 മെയ് 7. 2025 മാർച്ച് 23 പ്രസിദ്ധീകരിച്ച ദേശീയ സാമൂഹിക സൂചിക റിപ്പോർട്ട് പ്രകാരം പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളോടുള്ള അംഗീകാരം എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി കേരളമാണ്. 2025 മാർച്ച് 23 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളോടുള്ള അംഗീകാരം എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടിയത്. പ്രൊജക്ട് വീർഗാഥ 4.0 ഏതൊക്കെ മന്ത്രാലയങ്ങളുടെ സംയുക്ത സംരംഭമാണ്? പ്രൊജക്ട് വീർഗാഥ 4.0 ഏതൊക്കെ മന്ത്രാലയങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ഓപ്ഷൻ ബി പ്രതിരോധ മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം. നമ്മുടെ ഭരണഘടന നമ്മുടെ ബഹുമാനം എന്ന അഖിലേന്ത്യാ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമ്മുടെ ഭരണഘടന നമ്മുടെ ബഹുമാനം എന്ന അഖിലേന്ത്യാ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. 2025 ഏപ്രിലിൽ സംസ്ഥാനത്തെ ഏത് നിയോജക മണ്ഡലത്തിനെയാണ് അതിദാരിദ്ര്യരഹിത മണ്ഡലമായി പ്രഖ്യാപിച്ചത്? 2025 ഏപ്രിലിൽ സംസ്ഥാനത്തെ ഏത് നിയോജക മണ്ഡലത്തിനെയാണ് അതിദാരിദ്ര്യരഹിത മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ സി ധർമ്മടം. 2024 നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? ഓപ്ഷൻ ഡി കേരളമാണ്. 2024 നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. ഐ എം നോട്ട് ഷുവർ ഹൂ ഷുഡ് ഡു ഇറ്റ്. അപർണ, ശ്രുതി, വിൽ ബി ഫൈൻ. ഇതിൻ്റെ ഇടയിൽ വരുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. എയ്തർ ഓർ ആണ്. ഐ എം നോട്ട് ഷുവർ ഹൂ ഷുഡ് ഡു ഇറ്റ്. എയ്തർ അപർണ ഓർ ശ്രുതി വിൽ ബി ഫൈൻ. നെക്സ്റ്റ്, select the option that spots the error in the use of preposition in the given sentence. Deepa and Seema are both good with running, but Deepa is also good at catching the ball and throwing into the right corner in time. Option C, good with running. Add a proper tag question. Question tag, nobody wants to be lonely. Option C, do they? Rahul, do you like football? Asked Ravi. This can be reported as Ravi asked Rahul. Option A, if he liked football. She dashed the bus unless she leaves soon. Option C, may miss. The foreign phrase malafide means option D, with a bad faith. Select the most appropriate option that can substitute the idiom in the given brackets. His PhD degree seems to be option D, an endless task. Choose the wrong entry. Option B, an ensemble of geese. Identify the structure of the compound word tempest-tossed from the following options. Tempest-tossed. Option A, noun plus participle. Select the most appropriate synonym of the following word. Calm. Option B, unruffled. Next maths ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പറഞ്ഞു പോവാം കേട്ടോ. ഓപ്ഷൻസ് മാത്രം പറഞ്ഞു പോവാം. ഞാൻ വായിക്കണില്ല. പോസ് ചെയ്ത് വായിച്ച് ചെയ്യാം കേട്ടോ. 81ാമതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 5 പേർ എന്നാണ്. 82ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 3. 83ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2805 8205. 84ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 84. 85ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 72. ഓപ്ഷൻ ഡി 51. 86ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 77. 87 ഓപ്ഷൻ ബി ACG. 88 21 മിനിറ്റ് 49 സെക്കൻഡ്. 89 സഹോദരി. 90 C 90. ഓക്കെ, C 90. നെക്സ്റ്റ് മലയാളമാണ്.
ക്ഷമിക്കാൻ കഴിയാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ക്ഷമിക്കാൻ കഴിയാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ എ അക്ഷന്തവ്യം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി പ്രാരബ്ധം. 93 തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഉറക്കം എന്നതിൻ്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി രോചനം. സ്വാപം, ശയനം, സംവേശക്ക് എന്നാണ് ഉറക്കത്തിൻ്റെ പര്യായ പദങ്ങളാണ്. നമ്മൾ മലയാളം ഇതുവരെ PSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. പ്ലേ ലിസ്റ്റിൽ മലയാളം എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ മതി. അതിൽ ഇതുവരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഒരു 7 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ഞാൻ കൂട്ടുകാരിയെ കണ്ടു എന്ന വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിഭക്തി ഏതാണ്? ഓപ്ഷൻ ബി പ്രതിഗ്രാഹിക. പെയിൻറ് ദ ലിലി എന്നതിൻ്റെ ശരിയായ പരിഭാഷ കണ്ടെത്തുക. ഓപ്ഷൻ എ പൊന്നുംകുടത്തിന് പൊട്ടുന്നിന്. നെക്സ്റ്റ്, മരത്തിൽ എന്നത് പിരിച്ചെഴുതുക. ഓപ്ഷൻ സി മരം പ്ലസ് ഇല്. 98 ഈജിയൻ തൊഴുത്ത് എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ വൃത്തികേട് നടക്കുന്ന സ്ഥലം. കൂപമണ്ഡൂകം വിഗ്രഹിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി കൂപത്തിലെ മണ്ഡൂകം. താഴെ പറയുന്നതിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ ഡി ദുരാരാധ്യർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എത്രയാണ് മാർക്ക് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.